അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ഈ വർഷം സൂപ്പർമാൻ എന്നുള്ള സിനിമയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ഹോളിവുഡ് മൂവിയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ആൻഡ് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐ ഹാവ് ടു സേ ഇറ്റ് ഈസ് ഇൻഡീഡ് ഫാന്റാസ്റ്റിക്. കിടിലൻ പടം. എനിക്ക് വർക്കായി. എനിക്ക് സിനിമ നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായി എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയായിരുന്നു ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഈ പടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു വലിയൊരു പോസിറ്റീവ് പറഞ്ഞാൽ മാർവലിന് കുറേ കാലത്തിന് ശേഷമാണ് ഒരു പടം കണ്ടിട്ട് ഒരു ഫ്രഷ് പടം കണ്ടൊരു ഫീല്. അഥവാ മാർവലിൻ്റെ എല്ലാ പടങ്ങളും ഒരുവിധം ഒരേ വൈബ് ഒരേ ഫീലാണ്. ഈ ഒരു പടം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അഥവാ ഞാൻ സൂപ്പർമാൻ പറഞ്ഞ അതേ കാര്യമാണ്. ഒരു ആനിമേറ്റഡ് ഷോ അല്ലെങ്കിൽ ഒരു കോമിക് ബുക്ക് നേരെ ലൈവ് ആക്ഷനിലേക്ക് കൊണ്ടുവന്ന ഒരു വൈബും ഒരു ഫീലുമാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി തന്നത്. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. ഈ സിനിമത്തെ ഈസിലി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ്സും അത് തന്നെയാണ്. പിന്നെ എടുത്തു പറയുന്നത് പെർഫോമേഴ്സിനെയാണ്. നമ്മുടെ പേഡ്രോ പാസ്കൽ ആസ് റീഡ് റിച്ചർഡ്സ്. തുടക്കത്തിൽ കുറേ പേര് വിചാരിച്ചു ഇതൊരു മിസ്കാസ്റ്റ് ആണ്. അതുപോലെ ഇപ്പോൾ ഒരുവിധം എല്ലാവിടെ നോക്കിയാലും പേഡ്രോ പാസ്കലിനെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അതും കുറച്ച് മടുപ്പിക്കലാണെങ്കിൽ പോലും എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹീസ് എ ഗ്രേറ്റ് ആക്ടർ, ഹീസ് എ ഗ്രേറ്റ് പെർഫോമർ. ആൻഡ് ഈ സിനിമയിൽ ആളുടെ പെർഫോമൻസ് ഗംഭീരം തന്നെയായിരുന്നു. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത ആൾ എനിക്ക് ജെനുവൻലി കൺവിൻസിങ് ആയി തോന്നി. അതായത് റീഡ് റിച്ചേർഡ്സ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റി, അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന്. അതുപോലെ എടുത്ത് പറയേണ്ടത് വെനസ കെർബി ആസ് സൂ സ്റ്റോം. കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്, എന്നിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറും അതുപോലെ പെർഫോമൻസും ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ പെർഫോമർ ജോസഫ് ക്വിന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആള് കലക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ ഈസിലി ഈ പടത്തിൽ ഏറ്റവും എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷേ അതും പറഞ്ഞ് വെറും ഒരു കോമഡി പീസല്ല. ആൾക്ക് ആളുടേതായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്, ആൾക്ക് ആളുടേതായിട്ടുള്ള ബുദ്ധി ഉണ്ട് എന്ന് കാണിക്കാനുള്ള സീനുകളുണ്ട്. ഐ ലവ് ദാറ്റ് ക്യാരക്ടർ. ആൻഡ് ഈ പടത്തിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് തന്നെ. ഈ 4 ക്യാരക്ടേഴ്സ് അഥവാ ഈ ഒരു ഫാമിലി ഡൈനാമിക് ഉണ്ടല്ലോ, അഥവാ ഇവർ തമ്മിലുള്ള ആ കെമിസ്ട്രിയും ആ ഡൈനാമിക്കും ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. അത് നന്നായി വർക്കായി. ആ ക്യാരക്ടേഴ്സും ആ ക്യാരക്ടർ റിലേഷൻഷിപ്സും വർക്ക് ആയതുകൊണ്ടാണ് ഈ സിനിമ വർക്കായി ഞാൻ പറയാൻ കാരണം ഇതൊരു ആക്ഷൻ മൂവിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറയാണ്, ആകെ ഈ പടത്തിൽ 2 ആക്ഷൻ സീൻസേ ഉള്ളൂ. റെസ്റ്റ് ഓഫ് ദ മൂവി ഈസ് ജസ്റ്റ് ദം ടോക്കിംഗ്. അഥവാ അവരിങ്ങനെ സംസാരിക്കുന്നതാണ് റെസ്റ്റ് ഓഫ് ദ മൂവി. ബട്ട് അത് നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. കാരണം നമുക്ക് ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് വർക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ രസത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അഥവാ ഒരു 90% ഇതൊരു ലൈറ്റ് ഹാർട്ടഡ്, ഇമോഷണലി കുറച്ചും കൂടി ഡെപ്ത് ഉള്ളൊരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനർ ആണെന്ന് വരെ വേണമെങ്കിൽ പറയാം. ഐ നോ ദാറ്റ് മൈറ്റ് സൗണ്ട്സ് ലൈക്ക് കോമഡി ആയിട്ട് തോന്നുന്നത്, ബട്ട് ഇറ്റ്സ് ദ ട്രൂത്ത്. അഥവാ ആ ഫാമിലി ഡൈനാമിക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത് നന്നായി വർക്കാവുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പടം എനിക്ക് നല്ല എൻജോയ് ചെയ്ത് ഞാൻ കണ്ടതെന്ന് ഞാൻ പറയാൻ തരാം. അതുപോലെ എടുത്തു പറയുന്നത് പടത്തിൻ്റെ വിഷ്വൽസ് ആണ്. വിഷ്വലി ദിസ് മൂവി ഈസ് സ്റ്റണ്ണിങ്. അഥവാ നിങ്ങൾ ഈ പടം ഐമാക്സിൽ കാണാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഫിലിംഡ് ഇൻ ഐമാക്സ് മൂവിയാണെന്ന് എൻ്റെ വിശ്വാസം. അഥവാ ഫുൾ സ്ക്രീനിലാണ് ഐമാക്സിൽ കാണിക്കുക. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. CGI ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈൻ ആണെങ്കിലും ആ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് വൈബും ആ ഒരു കോമിക് ബുക്ക് അല്ലെങ്കിൽ ആ ഒരു ആനിമേറ്റഡ് ഷോവിൻ്റെ ഒക്കെ ആ ഒരു വൈബ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതിൽ അവർ 100% വിജയിച്ചിട്ടുണ്ട്. വേറെ ലെവലായിട്ട് ഈ പടം വിഷ്വലി. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റും കിടലിനായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ പടത്തിൽ ഒരു സ്പേസിലൊക്കെ പോകുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതൊക്കെ വേറെ ലെവലായിരുന്നു. അതിൽ ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമേനെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അഥവാ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി അവർ അത് മനഃപൂർവ്വം ചെയ്ത് തന്നെ അറിഞ്ഞു തന്നെ ചെയ്ത്. കാരണം ഇത് ഇൻട്രസ്റ്റെല്ലാർ അല്ലേ എന്ന് നമ്മളെ കൊണ്ട് ചോദിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ നല്ല രസമായിരുന്നു, നന്നായി വർക്കായി. ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ചെയ്യുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട പേരാണ് മൈക്കിൾ ജക്കീനോ. അഥവാ ഈ പടത്തിൻ്റെ മ്യൂസിക് ഉണ്ടാക്കിയ ആൾ. എൻ്റെ പൊന്നോ, ഈ പടത്തിൻ്റെ മ്യൂസിക്കിനെ 2 വേർഡിൽ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ബി മാജിക്കൽ ആൻഡ് എപ്പിക്. അഥവാ ചില ട്രാക്സൊക്കെ എന്ത് രസമാണെന്ന് അറിയിക്കുക. കാരണം ഭയങ്കര ഒരു മാജിക്കൽ ഫീലായിരുന്നു. ഓക്കെ, അതുപോലെ ചില ട്രാക്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ എപ്പിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ട്രാക്ക്. ഇതിൽ ഒരു റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അത് ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ വലിയ അഡ്രനാലിൻ റഷ് തന്നെ ചെയ്യുന്നു. ഒരു റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു, അതിൽ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വാസ് ഫ്രിക്കിൻ അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മൈക്കിൾ ജക്കീനോ കിടിലം വർക്ക്, ഒന്നും പറയാനില്ല. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ തണ്ടർ ബോൾസിനെക്കാട്ടിലും എനിക്ക് ഈ സിനിമ പേഴ്സണലി ഇഷ്ടമായി നമ്മൾ പ്രീവിയസ് മാർവൽ സിനിമകളെ കമ്പയർ ചെയ്യണം. ബട്ട് ഗാർഡിയൻസ് 3ൻ്റെ ആ ഒരു ലെവലിലേക്കൊന്നും ഈ പടം എന്തായാലും എത്തിയിട്ടില്ല. ഐ വുഡ് സേ ഗാർഡിയൻസ് 3ന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ സിനിമ പ്രോബബ്ലി ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് തന്നെ ആയിരിക്കും. ബട്ട് അതൊക്കെ പറയുമ്പോൾ പോലും എഗൈൻ ഞാൻ എടുത്ത് പറയാം, ഇതൊരു ഗജഗംഭീര അല്ലെങ്കിൽ പെർഫെക്റ്റ് മാസ്റ്റർ പീസൊന്നും അല്ല. നമ്മൾ ഇതിനു മുന്നേ കണ്ട അതേ സൂപ്പർ ഹീറോ മൂവി ടെംപ്ലേറ്റ് തന്നെ. അഥവാ വില്ലൻ വരുന്നു, ഹീറോസ് രക്ഷിക്കുന്നു എന്ന് പറയുന്ന അതേ പരിപാടി തന്നെ പിന്നെ എടുത്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോമിക് ബുക്ക് മൂവീസ് ഇഷ്ടമല്ലെങ്കിൽ സൂപ്പർ ഹീറോ മൂവീസൊക്കെ മടുപ്പായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ നിങ്ങളൊരു പക്ക ആക്ഷൻ മൂവി പ്രതീക്ഷിക്കുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തും.
അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചിട്ട് ഈ സിനിമ കാണാൻ പോകുന്നത് നന്നായിരിക്കും. ബട്ട് അതെന്താ എനിക്ക് ജനുവലി ഈ പടത്തിനെ പറ്റി കൂടുതൽ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യാനില്ല. അവരെന്താണോ ചെയ്യുന്നത് നോക്കിയാൽ അവർ നല്ല വൃത്തിക്ക് തന്നെ നല്ല കിഡിലിനായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ ഹാവ് ഗോട്ടൺ ആൻഡ് ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് വാട്ട് എവർ ദേ ഗോയിങ് ടു ഡു. ആൻഡ് എടുത്തു പറയണം, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അത് ഒരു മിഡ് ക്രെഡിറ്റും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. മിഡ് ക്രെഡിറ്റ് സീൻ ദൈവത്തിനെ ആലോചിച്ച് മിസ് ചെയ്യരുത്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, മിഡ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ പകുതി എക്സ്പീരിയൻസ് മിസ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. കാരണം ആ ലെവൽ സാധനമാണ് ആ മിഡ് ക്രെഡിറ്റ് സീൻ. ഐ ആം ഡാം എക്സൈറ്റഡ് ഫോർ വാട്ട് എവർ ദേ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബട്ട് അതാണ് എൻ്റെ ഒപ്പീനിയൻ ഓൺ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. നിങ്ങൾ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം മറക്കാൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.